ചായന് വന്ന രജിസ്റ്റേർഡ് പോസ്റ്റാ. പൊട്ടിക്കോ വീഡിയോ എടുക്കുന്നുണ്ടല്ലേ? ആ ഉണ്ട്, പറഞ്ഞോ. അധികം ആയില്ലേ സംഭവം ഇറങ്ങി തുടങ്ങിയിട്ട്. ആ സമയത്താണ് ഇച്ചായന് രജിസ്റ്റേർഡ് പോസ്റ്റ് വന്നത്. ഇച്ചായന് ജോലി കിട്ടി. ഹായ് മഞ്ഞേ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഹായ്, ഒരു സാധനം വന്നിട്ടുണ്ട്. ഇച്ചായന് ഒരു രജിസ്റ്റേർഡ് പോസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം വന്നതാണ്. ഇച്ചായനോട് പറമ്പിൽ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെ നമ്മൾ നട്ട കുറേ ചെടികൾ പോയായിരുന്നു. അപ്പം അതിനെ മാറ്റി നടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഗ്രോ ബാഗൊക്കെ മേടിച്ചായിരുന്നു. ഗ്രോ ബാഗിലേക്ക് നമ്മൾ ആ ചെടിയുടെ തണ്ടുകൾ മുറിച്ച് നടുവാണ്. നട്ടിട്ട് അത് പിടിച്ച് കഴിയുമ്പോൾ വേണം ചെടിച്ചട്ടിയിലേക്ക് നടാൻ. അതിന് വേണ്ടിയുള്ള ഗ്രോ ബാഗ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇച്ചായന് രജിസ്റ്റേർഡ് പോസ്റ്റ് വന്നത്. ഇച്ചായന് ജോലി കിട്ടി. ഞാനിത് കൊടുക്കാൻ വേണ്ടി പോവാണ്. ചായ ജോലി കിട്ടി. ചായനൊരു ജോലി കിട്ടി. ശരിക്കും ഇത് കണ്ടോ? ചായന് വന്ന രജിസ്റ്റേർഡ് പോസ്റ്റാ. പൊട്ടിക്കോ എന്നാന്ന് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. കുറെ നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. നമ്മളിപ്പോ ഇത് രണ്ടാഴ്ചയായെന്ന് തോന്നുന്നു ഞാൻ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. രണ്ടാഴ്ചയായി കാണും. എന്തായാലും വീഡിയോ എടുക്കുന്നുണ്ടല്ലേ? ആ ഉണ്ട്, പറഞ്ഞോ. അപ്പൊ ഈ സംഭവം ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അല്ല, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം അധികം ആയില്ലേ സംഭവം ഇറങ്ങി തുടങ്ങിയിട്ട്. സാധാരണ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള സാധനമാണ്. അതെന്താണ്, അതെങ്ങനെയാണ് നമ്മുടെ കയ്യിൽ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇതെല്ലാവർക്കും എപ്പോഴും ഏറ്റവും അത്യാവശ്യപ്പെട്ടൊരു സാധനമാണ്. അപ്പോൾ ഇതിലേക്ക് അത് മാറേണ്ട ആവശ്യകത വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എന്തായാലും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൊത്തമായിട്ട് ഞാൻ കാണിക്കുന്നില്ല, അത് പകുതിയായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, കേന്ദ്ര സർക്കാരിൻ്റെ സംഭവമാണ്. എന്താ, നമ്മുടെ ആധാർ PVC കാർഡ് ആക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ PVC കാർഡായിട്ട് കിട്ടിയേക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് കിട്ടാത്തതുമുണ്ട്. PVC കാർഡ് കുറവായിരിക്കും. PVC കാർഡ് വളരെ കുറവായിരിക്കും ഇപ്പോൾ കിട്ടിയേക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാവർക്കും കിട്ടി വരുന്നതേ ഉള്ളൂ. അപ്പോൾ PVC കാർഡ് എങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി ഞാൻ കാണിക്കാം, പിന്നെ കാണാത്തവർക്ക് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ ഇത് ചെയ്തു എന്നുള്ളതാണ്. ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിലവിൽ ഇപ്പം 10 വർഷത്തോളം കൂടുതലായിട്ടുണ്ട് നമ്മൾ ആധാർ എടുത്തിട്ട്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ആധാർ കാർഡ് അപ്ഡേറ്റഡ് ആവുള്ളൂ. അപ്ഡേറ്റഡ് ആയാലേ നമുക്ക് PVC കാർഡായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ നമുക്ക് PVC കാർഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും ഇവളും കൂടെ. നിന്റെ വന്നിട്ടില്ല അല്ലേ? ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ PVC കാർഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അക്ഷയയിൽ ചെന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആദ്യം അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം അപ്ഡേറ്റ് ചെയ്യാനായിട്ട് കൊടുത്തു. അപ്ഡേറ്റ് ചെയ്യാനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ID കാർഡ് ഉണ്ടായാൽ മാത്രം, ID കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, പാസ്പോർട്ട്, പിന്നെ റേഷൻ കാർഡ്, ഇങ്ങനെയുള്ള ID പ്രൂഫുകൾ വേണം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട്. അല്ലാത്ത ലൈസൻസ് ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. ലൈസൻസ് ഒക്കെ ഞാൻ കൊടുത്തിട്ട് പറ്റത്തില്ലായിരുന്നു. നമ്മുടെ വോട്ടർ ID കാർഡ്, പാസ്പോർട്ട്, റേഷൻ കാർഡ്, ഇല്ലെങ്കിൽ പാസ്ബുക്ക്, ഇത്രയും സംഭവം ഇതിലേതെങ്കിലും ഒന്ന് വേണം, നിർബന്ധമായിട്ട് വേണമെന്ന് അവർ പറഞ്ഞു. അതായത് ID വെരിഫിക്കേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, കാരണം വെരിഫിക്കേഷൻ ചെയ്തിട്ട് കറക്റ്റ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ പുതുക്കി കൊടുത്താലേ പുതിയത് വരുമ്പം കൃത്യമായിട്ട് വരുള്ളൂ. കാരണം എൻ്റെ ഇതിനകത്തൊന്നും ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ആ ഒരു വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം കൃത്യമായിട്ടുള്ളത് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ലായിരുന്നു, ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം ലിങ്ക് ചെയ്ത് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് കൊടുത്തു. അപ്ഡേറ്റ് ചെയ്തിട്ട് അപ്ഡേറ്റിനും പണ്ടത്തെ പോലെ തന്നെയാട്ടോ, ഫുള്ള് ഫിംഗർ പ്രിന്റ്. ഒന്നേന്നോട്ട് നമ്മൾ ആധാർ എടുക്കുന്ന അതേ രീതിയിൽ തന്നെ. കാരണം കണ്ണിന്റെ അതുപോലെ തന്നെ കൈയുടെ എല്ലാ വിരലിന്റെയും, പിന്നെ ഫോട്ടോ പുതിയ ഫോട്ടോ ആയതായാലും എടുക്കുന്നത്. ആ ഒരു വ്യത്യാസമുണ്ട്. കാരണം പണ്ടൊക്കെ പിന്നെ എടുത്തപ്പം എന്തോ പോലൊക്കെ ഇങ്ങനെയൊക്കെ ഇരുന്ന മലർന്നൊക്കെ. ഇപ്രാവശ്യം നമ്മൾ ആധാർ കാർഡിലെ ഫോട്ടോ വെച്ച് കുറെ പേര് കളിയാക്കുമായിരുന്നു. അതെ, ഏതാണ്ട് വലിയ വ്യത്യാസമൊന്നും ഇല്ല. ഇച്ചിരി നേരം നമുക്ക് നോക്കാനുള്ള സൗകര്യമൊക്കെ കിട്ടും. നോക്കി ഒന്ന് ശ്രദ്ധിച്ചാൽ ഇച്ചിരിയുടെ ഒരു വൃത്തി കിട്ടും. അപ്പോൾ വലിയ വൃത്തിയൊന്നും ആവത്തൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അതെല്ലാം ചെയ്ത് ഞങ്ങൾ അപ്ഡേറ്റ്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഇത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് PVC കാർഡിന് അത് റെഡിയായതിന് ശേഷമേ പിന്നെ നമുക്ക് PVC കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അവർ പറഞ്ഞിരുന്നു ഇത് റെഡിയായോ ഇല്ലയെന്ന് നമുക്ക് ഓൺലൈൻ ചെക്ക് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ഇല്ല PVC കാർഡിന് അപ്ലൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം 3-4 ദിവസം കൊണ്ട് നമ്മുടെ ക്ലിയർ ആയി എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് വന്നു.
അപ്പോൾ മെസ്സേജ് വരുമെന്നാണ് അവർ പറഞ്ഞത്. മെസ്സേജ് നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. മെസ്സേജ് ചെക്ക് ചെയ്തില്ല, പക്ഷെ ഞങ്ങൾ ചുമ്മാ പോയി അക്ഷയ ചോദിച്ചപ്പോൾ വീണ്ടും പോയിട്ട് ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞ് റെഡി ആയിട്ടുണ്ട്, ഇനി അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അക്ഷയയിൽ പോയിട്ട് വീണ്ടും PVC കാർഡിന് അപ്ലൈ ചെയ്തു. എത്ര രൂപയായി PVC കാർഡിന് അപ്ലൈ ചെയ്തത്? ഏകദേശം ഒരു അത്ര എന്തോ ആണ്, കൃത്യം മറന്നുപോയി കേട്ടോ. അപ്പോൾ അത്ര എന്താണ് PVC കാർഡ് നമ്മൾ അക്ഷയയിൽ നിന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ 2 അല്ലേ, 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് സാധനം വീട്ടിൽ കിട്ടി. അപ്പോൾ ഈ സാധനം നമുക്ക് പൊട്ടിച്ച് കാണണ്ടേ? കാണാത്ത ഒരുപാട് പേരുണ്ട്, അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇവളുടെ എന്തായാലും വന്നിട്ടുമില്ല. ഞങ്ങൾ അവളുടെ അങ്ങോട്ടാണ് പോയിരിക്കുന്നത്, കോഴിക്കോട്ടിനാണ് പോയിരിക്കുന്നത്. എൻ്റേത് ഏതായാലും ഇവിടെ സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ സാധനം ഒന്ന് ഓപ്പൺ ചെയ്യാം. അത് എനിക്ക് തോന്നുന്നു അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഈ സംഭവം ഫില്ല് ചെയ്ത് കൊടുക്കണം. ആണോ? അത് അവിടെ എഴുതിയിട്ടില്ലേ? അങ്ങനെ ഉണ്ടോ? എന്തായാലും നമുക്ക് സൈഡിൽ നിന്ന് തന്നെ ഓപ്പൺ ചെയ്യാം. അതിനകത്തൊരു പേപ്പറൊക്കെ ഉണ്ട്. വലിച്ചു കീറി ഇത് കളഞ്ഞെങ്കിലല്ലേ, പട്ടം കീറാൻ ഞാൻ നോക്കി. ഇത് അങ്ങനെ ഫില്ല് ചെയ്യാനോ? എന്താ ഫില്ല് ചെയ്യാൻ? ഇല്ല, ഒന്നുമില്ല. ഇത് ഓക്കെ. നമ്മുടെ ആധാർ കാർഡ്. ഷോ, വലിയ ഭീകര രൂപത്തിലായിരിക്കുന്നത്. വലിയ സന്യാസിയെ പോലെ ഞാൻ ഇരിക്കുന്നത്. താടി സൈഡിലേക്ക് ഇങ്ങനെ കോടിയായിരിക്കുന്നു താടി. ആദ്യം കണ്ടപ്പോ വെട്ടിക്കഴിയുമ്പോ എന്നെ ഇനി എങ്ങനെ തിരിച്ചറിയാനാ? അല്ലേ? സത്യം പറഞ്ഞാൽ ഇത് തിരിച്ചറിയാൻ പാടാണ്. കാരണം ഞാനിപ്പോൾ താടിയും മുടിയും എടുത്തു കഴിഞ്ഞാൽ എന്നെ ഒരു കാരണവശാലും തിരിച്ചറിയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇതിനകത്ത് ഒരു നമ്മുടെ ഡീറ്റെയിലും പേരും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടൊരു ഇതുണ്ട്, ഒരു പേപ്പറുണ്ട്. ആ പേപ്പർ ഇത് മറുവശത്തൊന്നുമില്ല. ഞാൻ ഈ സൈഡ് കാണിക്കാത്ത നമ്മുടെ QR കോഡും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതൊക്കെ നമ്മുടെ പുറത്ത് പോയി കഴിഞ്ഞാൽ അത്ര നല്ലതല്ല. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ PVC കാർഡ് കാണിക്കാം. QR കോഡൊക്കെ ഒന്ന് മറച്ച് വെച്ചിട്ട് നമ്മുടെ കാർഡ് കാണിക്കാം കേട്ടോ. കാരണം ഒരുപാട് പേര് കാണാൻ വെയിറ്റ് ചെയ്തിട്ട് അവസാനം കാർഡ് കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഓർക്കും എന്നാ പരിപാടി കാണിച്ചു നോക്കും. അപ്പോൾ നമ്മുടെ QR കോഡും സംഭവങ്ങളും ഒക്കെ ഒന്ന് മറച്ച് വെച്ചിട്ട് ഞാൻ നോക്കട്ടെ. എൻ്റെ ഫോട്ടോ കൂട്ടി ഇത് ആധാർ കാർഡ് കാണിക്കാം. ഇതാണ് കേട്ടോ എൻ്റെ ഫോട്ടോ കണ്ടോ ഇരിക്കുന്നത്. ഇത് കണ്ടില്ലേ? ഇതാണ് ഈ നമ്മുടെ ഒരു ID കാർഡ് എങ്ങനെയാണോ വരുന്നത് അതേ ഇത് തന്നെ. ഇല്ല, രസമില്ലെന്നല്ല, എന്തോ പോലെ ആയിപ്പോയി അല്ലേ എൻ്റെ മുഖം. ഇതിന് മറുവശത്തും കുറേ QR കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് മറുവശവും കാണിക്കുന്നില്ല. മറുവശം കാണിക്കാം, ഞാൻ എടുത്തിട്ട് കാണിക്കാം. QR കോഡ് മറച്ച് വെച്ചിട്ട് ഉണ്ട്. ഇഷ്യൂ ചെയ്ത ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആധാർ കാർഡ്. ഇനി അതിൻ്റെ മറുവശം ഞാനൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ്. ഞാൻ ഇതെല്ലാം മറച്ച് പിടിച്ചേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഇതിലിവിടെ ഉണ്ട്. കാരണം QR കോഡ്, എൻ്റെ നമ്പർ കാര്യങ്ങളൊന്നും പുറത്ത് പോകുന്ന ശരിയല്ല. നമ്മുടെ ആധാറിൻ്റെ വേറെ ആരും കാണുന്നത് ശരിയല്ല. കാരണം ഇപ്പം എല്ലാമായിട്ട് ലിങ്ക് ആണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളുമായിട്ട് ഈ ഒരു സംഭവം ലിങ്കാണ്. അപ്പം നമ്മൾ ഇത് എന്തെങ്കിലും അങ്ങനെ മറ്റുള്ളവർ കാണാനിടയായാൽ, മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും പ്രശ്നക്കാരല്ല. ഇത് വെച്ച് ഉപദ്രവിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മളെ ഉപദ്രവിക്കാനായിട്ട് സാധ്യത ഉള്ളതുകൊണ്ട് നമ്മളത് കാണിക്കുന്നില്ല. അപ്പോൾ ഇത് ഏതാണ്ടൊരു നമ്മുടെ ഒരു ലൈസൻസ് മോഡൽ അല്ലേ? ലൈസൻസ് ATM കാർഡിന്റെ മോഡലിലാണ് ഈ സംഭവം ഇരിക്കുന്നത്. അപ്പം ലൈസൻസ് നമ്മൾ പുതുക്കാൻ കൊടുത്തിട്ട് റെഡി ആയിട്ടില്ല. ലൈസൻസ് നമ്മൾ PVC കാർഡ് ആക്കാൻ കൊടുത്തത്. അതെ, അത് റെഡിയായി കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഒരു ATM കാർഡിന്റെ മോഡലിലാണ് നമ്മൾ PVC കാർഡ്, ആധാർ കാർഡ് ഇരിക്കുന്നത്. പിന്നെ പുതിയതെന്ന് പറഞ്ഞാൽ ഞാനും ഇവള് മാത്രമേ ഈ സാധനം പുതുക്കുകയുള്ളൂ. മമ്മിയുടെ പുതുക്കാനായിട്ട് ഞങ്ങൾ പോയതാണ്. പോയിട്ട് തിരക്ക് കാരണം സത്യം പറഞ്ഞാൽ പുതുക്കാൻ പറ്റില്ല. ഭയങ്കര തിരക്ക്. കാരണം ഡിസംബർ 14 വരെ ഉള്ളൂ എന്നൊരു എല്ലായിടത്തും കേൾക്കുന്നുണ്ടായിരുന്നു. 10 വർഷമായ ആളുകൾ എമർജൻസി ആയിട്ട് ഡിസംബർ 14 മുമ്പായിട്ട് പുതുക്കണമെന്ന് പറഞ്ഞു. പിഴ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത കണ്ടായിരുന്നു. അപ്പോൾ എല്ലായിടത്തും വാർത്തകൾ ഇങ്ങനെ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെന്തായാലും മാറ്റം വരുത്തിക്കൊണ്ട് പുതിയ വിജ്ഞാപനം എന്തോ ഇറക്കിയിട്ടുണ്ട്. മാർച്ച് 14 വരെ പുതുക്കാനുള്ള അവസരമുണ്ടെന്ന്. പുതുക്കാത്ത ആളുകൾക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങളുടെ ഡീറ്റെയിൽ, നമ്മുടെ വിവരങ്ങളൊക്കെ ആധാറിൽ ആ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് അക്ഷയയിൽ പോയി അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ 1 തൊട്ടുള്ള കുറേ ഏതാണ്ടൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാർച്ച് 14 വരെ സാവകാശമുണ്ട്, പിഴയില്ലാതെ ഫ്രീ ആയിട്ട് പുതുക്കാനായിട്ട്. അതറിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ പോയില്ല. അതറിഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ പോയില്ല. എത്ര സമയമുണ്ടല്ലോ നോക്കണം. എല്ലാവരും അപ്പോൾ പയ്യൊന്ന് ചവിട്ടിട്ടുണ്ടാവും. അല്ലെ ഭയങ്കര തിരക്കായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടി ഞങ്ങൾ അതിന് മുന്നേ പോയതുകൊണ്ട് നമുക്ക് തിരക്കില്ലാതെ ഞങ്ങൾ അതിന് മുന്നേ പോയത്. അപ്പോൾ ഇതിനെക്കുറിച്ച് അതായത് ഈ വാർത്ത ഒക്കെ വരുന്നതിന് മുന്നേ നമ്മൾ പോയത്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്.
അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും, കുറേ ആളുകൾക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഇച്ചായൻ്റെ റംബൂട്ടാൻ ഇത്രയായിട്ടോ. അതെ, അത് ഞാൻ എന്നാ പണിയായിരുന്നു കാണിച്ചു കൊടുത്തേ. റംബൂട്ടാൻ ഇവിടെ ഇത്ര തടം എടുത്തോണ്ടിരിക്കുന്നു. പിന്നെ ഞാനിവിടെ കുറെ ചെടിക്കുള്ള സംഭവങ്ങൾ ചെയ്തു. ഞാൻ പറഞ്ഞായിരുന്നു. ആണോ? അപ്പോൾ കാണിച്ചില്ലല്ലേ? ഒന്ന് കാണിച്ചേ. ഇവിടെ എല്ലാവരും ഒന്ന് അറിയണമല്ലോ, ഞാൻ ഇവിടെ ചുമ്മാരിക്കല്ല. അയ്യോ, ഇതിനടി വിലങ്ങി ചിരിച്ചിട്ട് ഇവളുടെ ചെടി ഇവളെ സഹായിച്ചതാണ്. ഇവളുടെ ചെടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവളുടെ ചെടി ഞാൻ ഇവളെ സഹായിച്ച്. നീ ഇവിടം വരെ ഇറങ്ങി വന്നല്ലേ ഇതും കൊണ്ട്? കയറപ്പോട്ടെ. ഇപ്പോൾ അങ്ങോട്ട് വീഡിയോ എടുത്താണോ പോകുന്നത്? ഇത് ഒരാൾ ഇവിടെ കുട മറച്ചിട്ട് ഇരിക്കുന്നു. അപ്പോൾ ചെടി 50 കൂട് ചെടി നിറച്ച് വെച്ചിട്ടുണ്ട്. 50 കൂട് നിറച്ച് നമ്മുടെ തവാറിനക്കൂടിനകത്താണ് ചെടി നട്ടിരിക്കുന്നത്. വേനലായി ചെടി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് നട്ടതാണ്. ഇതേ 2 പേര് ഇവിടെ ഇരിക്കുന്നു, കുടയൊക്കെ ചൂടി. അപ്പോൾ ഇതാണ് നമ്മൾ ചെടികൾ തവാറിന ചെയ്തിട്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ കവറിനകത്ത് 50 കവർ ഉണ്ട്. 50 കവറിനകത്ത് ഞാനാ മണ്ണ് നിറച്ച് കൊടുത്തതും അല്ലേ? ആ, നട്ടത് പകുതി നട്ടുള്ളൂ ഞാൻ. പകുതി ഉണ്ടല്ലോ ഇനി കൂടിനകത്ത് നടാനായിട്ട്. ആ അതെ, ഇന്നലെ വരെ ഭയങ്കര അത്യാവശ്യമായിരുന്നു മണ്ണ് നിറച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിറച്ച് മൊത്തം ചെടിയാക്കി അല്ലേ ഈ ഒരു പ്രദേശം മൊത്തം. അപ്പോൾ എന്തായാലും നമ്മുടെ ചെടിയെല്ലാം കൂതുണ്ടോ കവറിനകത്ത് നിന്ന് ചെടി മൊത്തം, കവറില്ല മറ്റേ ചട്ടിക്കകത്ത് നിന്ന് ചെടി മൊത്തം ഇതുപോലെ ആയിപ്പോയി മൊത്തം അവിടെ. കാരണം വെള്ളവും കൃത്യമായിട്ട് ഒഴിക്കാതെ വന്നത്. പിന്നെ പ്രായം ചെന്നുകൊണ്ടാന്ന് തോന്നുന്നല്ലേ ചെടിക്ക് പ്രായം ചെന്നിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴേക്ക് പിന്നെ കാണുന്നുണ്ട് അഭിപ്രായമൊക്കെ താഴേക്ക് കമൻറ്റായിട്ട് ഇടാൻ അറിയിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് ചായ കുടിക്കാൻ പോട്ടെ. ടാറ്റാ. ടാറ്റ സുട്ടു, ടാറ്റ പറഞ്ഞേ. ടാറ്റ പറഞ്ഞേ. ഉമ്മതാ ഉമ്മ. ഓക്കെ, ബൈ ബൈ. പിന്നെ കാണാം കേട്ടോ.